ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടൊരു പ്രൊമോ ആണ് അശ്വിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെയും വിവാഹത്തിൻ്റെ ആ ഒരു പ്രൊമോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് ഇനി വെറും 7 എപ്പിസോഡ്സ് മാത്രമുള്ള ക്രിസ്മസിനായിരിക്കും ആ ഒരു ഭാഗം ഉണ്ടാവുന്ന ആ വേറൊന്നുമല്ല, നമ്മുടെ ആകാശും പ്രീതിയും കൂടി വിവാഹം കഴിഞ്ഞിട്ട് വല്ലത് കാലിച്ചിട്ട് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അഞ്ജലി താലവും അതുപോലെ തന്നെ ആരതിയും അതാണ് വിളക്കൊക്കെ ആയിട്ട് നമ്മുടെ പ്രീതിക്ക് കൊടുക്കണം. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു കാറ് വരുന്നത്. നോക്കുമ്പോൾ വേറെ ആരുമല്ല, അശ്വിനും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുമാണ് കേട്ടോ. അവരെ കാണുമ്പോൾ തന്നെ എല്ലാവരും ആകെ ഞെട്ടിപ്പോകാണ്. ശ്യാമിന് ദേഷ്യം വന്ന് ശ്യാം അപ്പം തന്നെ മുകളിലേക്ക് കയറി പോകും കേട്ടോ. ശ്രുതിയുടെ ആ ഒരു വേഷം കാണുമ്പോഴേക്കും എല്ലാവരും വേഗം ഒരു തമാശയൊക്കെ ചെയ്യണതായിരിക്കും. ഇപ്പം പ്രീതിയുടെയും അതുപോലെ തന്നെ ആകാശിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കോമഡിക്ക് വേണ്ടി എല്ലാവരും വെറുതെ ടെൻഷൻ അടിപ്പിക്കാനും ആ ഒരു കോമഡിക്ക് വേണ്ടി ചെയ്യണതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിനോട് അഞ്ജലി ചോദിക്കുന്നുണ്ട്, കുഞ്ഞ സത്യം പറ, നിങ്ങൾ തമാശക്ക് ചെയ്തതല്ലേ, വെറുതെ ഞങ്ങളെ വട്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചി കല്യാണം വെച്ചാൽ തമാശയാണെന്നാണ് ചേച്ചിയുടെ വിചാരം, ചേച്ചിയല്ലേ പറഞ്ഞത് കല്യാണം ഒരിക്കലും തമാശയല്ല ജീവിതമാണെന്ന്, ഞങ്ങൾ ശരിക്കും കല്യാണം കഴിച്ചത് തന്നെയാണ് എന്ന് അശ്വിൻ പറയാണ്. ശ്രുതിയുടെ അടുത്ത് അമ്മ ചോദിക്കുന്നുണ്ട്, സത്യം പറ ശ്രുതി, നീ തമാശക്കല്ല ആണോ അതോ സീരിയസ് ആയിട്ട് നീ പറയുകയാണോ, ശരിക്കും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അതേന്ന് പറയുന്ന തീരുന്ന മുമ്പേ അമ്മയുടെ ആ ഒരു അടി ശ്രുതിയുടെ മുഖത്തേക്ക് വീഴുവാട്ടോ. ശ്രുതി ഒന്ന് ചെറുതായിട്ടൊന്ന് തലകറങ്ങണ പോലെ ആവുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ വേഗം ശ്രുതിനെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അശ്വിനൊന്നും പറയാൻ പറ്റില്ല, കാരണം ശ്രുതിനെ തല്ലണത് അവളുടെ അമ്മയാണ്, മാത്രമല്ല തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തല്ല് മേടിക്കണതിന് കുഴപ്പമൊന്നുമില്ല. അശ്വിനൊന്നും മിണ്ടത്തൊന്നുമില്ല. അശ്വിൻ്റെ ദേഷ്യമൊക്കെ വരും കേട്ടോ. അതിനുശേഷം ആരും ഇവിടുത്തെ മിണ്ടത്തൊന്നുമില്ല, പ്രീതി പോലും മിണ്ടില്ല, ആരും മിണ്ടില്ല, കാരണം എല്ലാവർക്കും ഇവിടുത്തെ പിണക്കമായിരിക്കും. ആവശ്യത്തിന് മാത്രമേ മിണ്ടുള്ളൂ. പിന്നെ പതുക്കെ പതുക്കെ പിണക്കം മാറി മാറി വരും. അശ്വിനാണെങ്കിൽ ആദ്യമൊക്കെ ശ്രുതിയുടെ വല്ലാത്ത ദേഷ്യത്തിലും അതുപോലെ തന്നെ ശ്രുതിനെ ഒരുമിച്ച് കിടത്തില്ല, ശ്രുതിനെ ആ ബാൽക്കണിയിൽ ആ ഒരു സംഭവമില്ല അവിടേക്ക് കൊണ്ടുപോയി കിടത്തുന്നുണ്ടാവുക. ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും എന്ത് പറ്റിയാലും ശ്രുതിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പോലും അന്വേഷിക്കില്ല. ആ ഒരു വിധത്തിലാണ് അശ്വിൻ ആദ്യമൊക്കെ പെരുമാറുന്നത്. പിന്നെയാണ് ശ്രുതിയുടെ മനസ്സിലാ നന്മ അശ്വിൻ മനസ്സിലാക്കിയിട്ട് അശ്വിൻ ശ്രുതിനെ ശരിക്കും പ്രണയിച്ച് തുടങ്ങുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.